ആശ്വസ്ത പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിഅ്റാജ് രാവ് കടന്നു വരികയല്ലേ. ഈ മിഅ്റാജ് രാവിൽ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടല്ലോ, ഈ നോമ്പിനെ കുറിച്ചൊന്ന് വിവരിക്കാമോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവമാണല്ലോ മിഅ്റാജ്. നമ്മൾ സവിശേഷമായ പല സുദിനങ്ങളിലും സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിക്കാറുണ്ട്. ഈ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചര്യയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയ യാതൊരു വിഷയവും നമുക്ക് വരുന്നില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ നബി തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നോമ്പ് അനുഷ്ഠിക്കാനാണ്. കാരണം നബി തങ്ങൾ തന്നെ നമ്മൾ പഠിപ്പിച്ചു തന്നതാണ്, നോമ്പ് എന്നത് നോമ്പ് പോലെ അള്ളാഹുവുമായിട്ട് ഒരു രഹസ്യ സ്വഭാവത്തിലുള്ള ഒരു സൽക്കർമ്മം വേറെയില്ല. അതുകൊണ്ടാണല്ലോ അസ്സൗമു ലീ വ അന അജ്സി ബിഹി എന്ന് അള്ളാഹു പറയുന്നത്. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവും അവൻ്റെ അടിമയും മാത്രം അറിയുന്ന, വേറെ ഒരാൾക്കും അതിൽ ഇടപെടാൻ കഴിയാത്ത ഒരു സൽക്കർമ്മമാണ് നോമ്പ്. നബി തങ്ങൾ അള്ളാഹുവിന് ശുക്റായി ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന സൽക്കർമ്മവും നോമ്പാണ്. അതുകൊണ്ടാണ് അവിടുത്തെ ജന്മദിനമായ തിങ്കളാഴ്ച നോമ്പ് അനുഷ്ഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടുന്നത്, വ്യാഴാഴ്ചയും നബി തങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നു, അഅ്മാലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ നോമ്പുകാരനായിരിക്കെ അഅ്മാലുകൾ അള്ളാഹുവിലേക്ക് എത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നബി തങ്ങൾക്ക് അള്ളാഹു ജീവിതത്തിൽ കൊടുത്ത ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമായിരുന്നു, പ്രത്യേകിച്ച് ഭൗതിക ലോകത്തിൻ്റെ എല്ലാ കവാടങ്ങളും മുത്തുനബിയുടെ മുമ്പിൽ അടക്കപ്പെട്ടു. ഖദീജ ബീവിയുടെ വിയോഗം, അവിടുത്തെ താങ്ങും തണലുമായിരുന്ന അബൂ ത്വാലിബ് എന്നവരുടെ വിയോഗം, ഇങ്ങനെ ത്വായിഫ് എന്ന നാട്ടിൽ നിന്ന്, അമ്മാവന്മാരുടെ നാട്ടിൽ നിന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിക്രൂരമായ രീതിയിലുള്ള പ്രതികാരം നബി തങ്ങൾ അനുഭവിക്കേണ്ടി വന്ന സമയത്ത് ആകാശത്തിൻ്റെ കവാടം തുറന്ന് അല്ലാഹു അർശിൻ്റെ ലോകത്തിലേക്ക് മുത്തുനബി തങ്ങളെ സ്വാഗതം ചെയ്തു. ഹബീബായ നബി തങ്ങളെ തൊട്ടൊരുമി നിന്ന് അള്ളാഹു നിസ്കാരം സമ്മാനിച്ച് മഹനീയമായ കാഴ്ചകൾ കാണിച്ചു കൊടുത്ത ദൃഷ്ടാന്തങ്ങൾ ഏറെയുള്ള വളരെ പുണ്യകരമായ മിഅ്റാജ് യാത്ര. ആ യാത്ര ലഭ്യമായതിനുള്ള ശുക്ർ രേഖപ്പെടുത്തുന്നു നബി തങ്ങൾ പുണ്യമായ നോമ്പിലൂടെ. വിശ്വാസികൾ ആ ചര്യ പിൻപറ്റിക്കൊണ്ട് മിഅ്റാജിൻ്റെ രാവിൽ പ്രത്യേകമായ ഇബാദത്തുകൾ എടുത്തുകൊണ്ട്, സജീവമായ ആരാധന കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടും പ്രാർത്ഥനകൾ നിർവഹിച്ചുകൊണ്ടും, മിഅ്റാജിൻ്റെ പകൽ ദിവസം നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടും, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നു, ആ ദിവസത്തെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു.